ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കലേ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് തക്കാളിയാണ്, പിന്നെ പൊട്ടറ്റോ, പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്സ് ആണ്. ഒരു ശകലം, ഒരു 2 സ്പൂൺ ഓട്സ് ആണ് ഞാനിതിൽ എടുത്തേക്കുന്നത്. ഇതെല്ലാം നല്ല പോലെ നമ്മളൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അതിലേക്ക് കുറച്ച് ഹണി, ഒരു ഹാഫ് സ്പൂൺ മതിയാകുമേ, ഒരു ഹാഫ് സ്പൂൺ ഹണി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ഈ പാക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണിത്. അതിന് കാരണം നമ്മളിതിൽ ഉപയോഗിച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ടൊമാറ്റോയിലെ വിറ്റമിൻ സി, വിറ്റമിൻ ഇ, അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ ഉണ്ട്. ഇത് സ്കിന്നിനെ ഒന്ന് ലൈറ്റൺ അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റൺ ആക്കും. അതുപോലെ സ്കിന്നിനെ നാച്ചുറൽ കളർ റിവീൽ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതിലൊരു നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സൺടാൻ, സൺബേൺ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പൊട്ടറ്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ശരിക്കും സ്കിൻ വൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിലൊരു നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റൺ ആക്കും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ഓവറോൾ സ്കിൻ ടോണിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഓട്സ് നമുക്ക് ക്ലെൻസ് ചെയ്യാനായിട്ടും എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാവേ. ഇതിലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി കൂടിയുണ്ട്. സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓട്സ് അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസിലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ടും ഈ ഓട്സ് അടിപൊളിയാണ്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഹണിയാണ്. ഹണിയിലൊരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൽ നമ്മൾ ഹണി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റൺ ആവും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോയും ഹണി തരും. ഞാൻ ഫേസിൽ നെക്ലി പാക്ക് അപ്ലൈ ചെയ്ത്, അതുപോലെ തന്നെ ഇനി ഒരു കയ്യിൽ കുറച്ച് ഭാഗത്ത് ഞാൻ ഇട്ട് കാണിക്കാവേ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് മാറ്റാവേ. അതുവരെ നമുക്ക് വെളിയിലൊക്കെ പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. മഴയായിരുന്നു കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇവിടെ നല്ല മഴയായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മഴയായിരുന്നുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് അത് കുറച്ച് എടുത്താണ്. എൻ്റെ കുക്കിയും അങ്ങനെ മഴയൊക്കെ കണ്ട് വൈബ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിനി ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് നനച്ചതിന് ശേഷമാണ്, ഞാനൊന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് ഫേസ് വാഷ് ചെയ്തത്. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നേക്കാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ് എത്രത്തോളം എൻ്റെ ഫേസ് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. നമ്മൾ ഈ ഒരു പാക്ക് 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്രയും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആദ്യമേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നപ്പോഴത്തെ ആ ഒരു വീഡിയോയുടെ ബിറ്റും കൂടെ ഞാൻ ഇവിടത്തിൽ ചേർക്കാവേ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ തേച്ചേക്കുന്ന പാക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് ഇവിടെയാണ് കേട്ടോ. ഞാൻ ഇത്രയും റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഇത്രയും ചേഞ്ച് ഉണ്ടാവുമെന്ന് സത്യമായിട്ട് ഞാൻ ഓർത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കയ്യിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ടാനും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീനെ പോലുള്ള കാര്യങ്ങൾ കൈയും കാലിലൊന്നും അധികം ഇടാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു കയ്യിൽ ഏറ്റവും കൂടുതൽ സൺ ടാനും കാര്യങ്ങൾ വരുന്നത്. ഇത് എനിക്ക് ഈ പാക്ക് ഇത്രയും ചേഞ്ച് വരും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഇപ്പുറത്തെ സൈഡും ഞാൻ പാക്ക് ഇട്ട വശവും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ടാന് എൻ്റെ കയ്യിൽ മാറിയിട്ടുണ്ടാവുമെന്ന്. ഇതൊരു അടിപൊളി പാക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കുക. നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഇൻഗ്രീഡിയൻസ് ഇത്ര അടിപൊളി ആയതുകൊണ്ടാണ് നമുക്ക് ഈ പാക്ക് സക്സസ്ഫുൾ ആയതും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.